വിനയാന്യതനായി നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്നമാ അനബ്നു ഇംറഅത്തിൻ കാനത് തഅകുലുൽ ഖദീദ ബിമക്ക. മക്കയിൽ ഉണക്കമാംസം കഴിച്ച് ജീവിച്ചിരുന്ന ഒരു പാവം സ്ത്രീയുടെ മകനല്ലേ എന്നാണ് പറഞ്ഞത്. ആ വിനയമാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സമയം വളരെ ചുരുങ്ങിയതുകൊണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, യാത്രയുടെ അവസാന ഭാഗമായതുകൊണ്ട് ഇതിന്റെ ഒരു കോർഡിനേറ്റർ എന്ന് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഭാഗ്യത്തിൽപ്പെട്ട ഒരു ഭാഗ്യമാണ് ജിഫ്രി കുടുംബത്തിൽപ്പെട്ട മഹാനായ ഒരു സയ്യിദ് 1222 തെരീമിൽ ജനിച്ച ഹുസൈനുൽ ജിഫ്രി എന്ന് പറയുന്ന ഒരു വലിയ സയ്യിദും ആരിഫും ആബിദും മുതനസ്സിക്കുമായ ഒരു മഹാൻ കേരളത്തിൽ വന്നു. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളെ തേടി വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. അവര് വന്നു, അവര് കൊടുങ്ങിയിൽ വന്നു. അവരുടെ അരികിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ മഖാമിൽ ഒരവസരത്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിന് മാറാത്ത ഒരു രോഗം പിടിപെട്ടപ്പോൾ, വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് വലിയൊരു രോഗം പിടിപെട്ട് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഹുസൈനുൽ ജിഫ്രി തങ്ങളുടെ മഖാമിൽ ചെന്ന് രാത്രി ചെന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ഈ കാലിന്റെ അസുഖം മാറണം, നേരം വെളുക്കുമ്പോഴത്തേക്ക് എന്റെ ഈ അസുഖം അങ്ങ് മാറ്റിത്തരണം. അഥവാ അള്ളാഹു ആണ് ഷാഫി, പക്ഷെ അതിനാവശ്യമായത് അങ്ങ് ചെയ്തു തരണം, അങ്ങ് അതിൽ ഇടപെടണം എന്ന് ആ ഒരർത്ഥത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ മഹാനവറുകൾ അവിടെ ചെന്ന് പറയുകയും അന്ന് നേരം വെളുക്കുന്നതിന്റെ ഉള്ളിൽ മഹാനവറുകളുടെ രോഗം ശിഫയാവുകയും ചെയ്തപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞതാണ്, അങ്ങനെ സുഖപ്പെട്ടാൽ അങ്ങയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു മൗലിദ് ഞാൻ രചിക്കും എന്ന് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവർ അൽ ഫൈളുൽ മുൻജി ഫി മനാഖിബിൽ വലിയിൽ അസ്സയ്യിദുൽ ഹുസൈനുൽ ജിഫ്രി എന്ന പേരിൽ ഒരു മൗലിദ് രചിക്കുകയുണ്ടായി. ആ മൗലിദിൽ ബഹുമാനപ്പെട്ടവർ ആ മഹാനായ സയ്യിദിന്റെ സംഭവ ബഹുലമായ ജീവിത ചരിത്രം, അവിടുത്തെ മക്കളുടെയും ആ അത്ഭുതകരമായ ചരിത്രം, ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവസാനം അവരെ കൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വലിയുൻ ആരിഫുൻ ബില്ലാ തഖിയുൻ ആരിഫുൻ ലില്ലാ സഫിയ്യുൻ മിൻ റിജാലില്ലാ ഹുസൈനുസ് സയ്യിദുൽ ജിഫ്രി എന്ന് പറഞ്ഞ ഒരു മഹാമനുഷ്യൻ, ആ മഹാമനുഷ്യന്റെ പരമ്പരയിൽ വന്ന മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആത്മീയ നായകൻ, അതിന്റെ അഭിവന്യനായ പ്രസിഡന്റ്, അജയ്യനായ നേതാവ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ 2017 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അതൊരു നിമിത്തമായിരുന്നു, അതൊരു തുടക്കമായിരുന്നു. ബഹുമാനപ്പെട്ടവർ ആ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി UAE സന്ദർശിച്ചു. UAE ഗവൺമെന്റിന്റെ ഗസ്റ്റായി വന്നു. ആ സമയത്ത് അറബികളൊക്കെ പങ്കെടുത്ത് ഗവൺമെന്റ് ഗസ്റ്റായി വന്ന ആ സദസ്സിൽ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ അന്ന് പകലിരുന്ന് കുറിച്ച 4 വരി ബൈത്തുണ്ടായിരുന്നു. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: ഹനി അൻ ലിഖൗമിൻ സാദ ഫീഹിം സുറാത്തുഹും وساداتهم نجم الهدى والأفاضل هم شيدوا للناس صرحا ممردا من العلم والتقوى ينيروا ويرشدوا يضلوا من الرمل ويضفي إذا قرص ويحرس فيه بيضة الدين ذودوا سلوا الناس هل صرح مشيد ممرد هل صرح مشيد ممجد يقول سمستاب وحصن مزود سليل الرسول يا ربيبا لشيخنا أبي بكر الجفري أحدوك أسجد. ബഹുമാനപ്പെട്ട സമസ്തയെ വർണ്ണിച്ചതിന് ശേഷം തങ്ങൾ ഉസ്താദിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിനീതൻ അന്ന് രചിച്ച കവിതയിൽ പറഞ്ഞത്, സലീൽ റസൂൽ, റസൂലുള്ളാന്റെ പേരമക്കളിൽപ്പെട്ട മഹാനായ തങ്ങളെ, റബീബൽ ലിശൈഖിന അബീ ബക്കറിൻ, ശംസുൽ ഉലമ വളർത്തിയെടുത്ത മഹാനായ പണ്ഡിത പ്രതിഭയെ, അൽ ജിഫ്രിയു അഥവാ ജിഫ്രി തങ്ങളെ, അഹദുക അസ്ജദു, അങ്ങയുടെ യുഗം, അങ്ങയുടെ പീരിയഡ് ഗോൾഡൻ പീരിയഡ് ആയിരിക്കും എന്ന് അന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു പറഞ്ഞുപോയി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് ഗോൾഡൻ പീരിയഡായി ഇവിടെ പുലർന്നിരിക്കുകയാണ്. വലമ്മഅതലൈതും അർശഹാ ഫകഅന്നനാ വതിഅന ثريا والجنود تجند
എന്നുകൂടെ പറഞ്ഞിരുന്നു. അങ്ങ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ സാരഥ്യം ഏറ്റെടുത്ത സമയത്ത് അതിന്റെ അർശിൽ ആ സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ കാർത്തിക നക്ഷത്രത്തെ കീഴ്പ്പെടുത്തിയതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു സൈന്യം ഇവിടെ രൂപപ്പെടുന്നതായും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് അന്ന് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ അന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പുലർന്നതുപോലെ എനിക്കിപ്പോൾ അനുഭവപ്പെടുകയാണ്. അൽഹംദുലില്ലാ, ഞാൻ കൂട്ടി നീട്ടിയൊന്നും പറയുന്നില്ല. ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഈ യാത്രയുടെ അവസാനത്തിൽ വെച്ച് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട തങ്ങളെ, നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി, നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി വന്നാസു ഖൽഫക ബിൽ വഫാ വറജായി. ഞങ്ങളൊക്കെ അങ്ങേക്ക് തണ്ടമാണ് തങ്ങളെ, അങ്ങേക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സജ്ജരാണ് തങ്ങളെ. നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി വന്നാസു ഖൽഫക ബിൽ വഫാ വറജായി. നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി വന്നാസു ഖൽഫക ബിൽ വഫാ വറജായി. അഹ്യൈത ലിദ്ദീനിൽ ഹനീഫി മആലിമാ ഫസ്തഅഖുദ് ജംഇയ്യത്തുൽ ഉലമായി. ഒന്ന് എണീറ്റ് നിന്നിട്ട് എല്ലാവരും ഒന്ന് പറയും, നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി വന്നാസു ഖൽഫക ബിൽ വഫാ വറജായി. അഹ്യൈത ലിദ്ദീനിൽ ഹനീഫി മആലിമാ ഫസ്തഅഖുദ് ജംഇയ്യത്തുൽ ഉലമായി. അൽഹംദുലില്ലാ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കൊന്ന് രണ്ട് കടപ്പാടുകളുണ്ട്. ഇതൊരു വലിയ ദൗത്യം. അതിന്റെ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ എനിക്കെന്താണ് സാധിക്കുക എന്ന വലിയ ഭയപ്പാടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഒരു ടീം ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഞങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട വിഖായുടെ മക്കൾ അവർ കിടന്ന് അധ്വാനിക്കുന്നത് കാണുമ്പോൾ, എത്രയോ ദിവസം ഉറക്കമൊഴിച്ച് അധ്വാനിക്കുന്നത് കാണുമ്പോൾ, എങ്ങനെ ഇതിന് പ്രതിഫലം നൽകും? എന്ത് നമ്മൾ നൽകും? ഒന്നും നൽകാൻ കഴിയില്ല. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇതിന് വേണ്ടി പ്രവർത്തിച്ചത് ഒരു തരത്തിലും പേയ്മെന്റ് ഇതിലും ഒന്നും തന്നെ ഇല്ല. പൂർണ്ണമായി സമർപ്പിതമായ ഒരു സമൂഹമാണ്. പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ മീഡിയ വിങ്ങിനെയാണ്. കഴിഞ്ഞകാല സമ്മേളനങ്ങൾക്ക് അപ്പുറം വിപരീതമായി നമ്മുടെ എല്ലാ പരിപാടികളും വളരെ മനോഹരമായി ലോകത്തേക്ക് എത്തിക്കുന്നതിൽ അവര് വിജയിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഒറ്റ വാക്കിൽ, ഇന്ന സഅയകും കാന മഷ്കൂറാ, നിങ്ങളുടെ അധ്വാനം മഷ്കൂറാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ യാത്രയിൽ മുഴങ്ങിക്കേട്ട സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് മതസൗഹാർദ്ദത്തിൻ്റെതാണ്, മറ്റൊന്ന് നമ്മുടെ ഇടയിലുള്ള ഐക്യത്തെയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഈ യാത്രയിൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ്, എല്ലാവരെയും അണിചേർത്തുകൊണ്ടാണ് ഈ യാത്ര നയിച്ചിട്ടുള്ളത്. ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും, 2017 ഈ സാരഥ്യം ഏറ്റെടുത്ത അന്നു മുതൽ തങ്ങൾ ഉസ്താദ് വേദനിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട്. അത്രമേൽ പ്രയാസപ്പെടുത്തിയവരാണ്, അത്രമേൽ ബുദ്ധിമുട്ടിച്ച പലരും ഇവിടെയുണ്ട്. പക്ഷേ മഹാനായ തങ്ങൾ ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, ഇദ്ഹബൂ ഫഅൻതും മുത്ലഖാ എന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും ചേർത്തിപ്പിടിച്ച് അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് പ്രവർത്തകരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഒരാജ്ഞ കൽപ്പിച്ചാൽ അവിടെ പിന്നെ നമുക്ക് എതിരഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. ഈ ഉമ്മത്തിന്റെ ഐക്യം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്, അന്തസ്സോടുകൂടെ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്.
രണ്ടാമത്തൊരു കാര്യം, അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്തപ്പോൾ ഒരു നിമിഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇർളിന് ഒരു നേരിയ അപമാനം സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ ആ മഹാമനുഷ്യന്റെ ഹിമ്മത്ത്, ആ മഹാമനുഷ്യന്റെ ഗീറത്ത് അവിടെയാണ് വെളിവായത്. തങ്ങൾ ഉസ്താദ് പറഞ്ഞു, സമസ്തയുടെ ഇർളിന് അഭിമാനത്തിന് കോട്ടം സംഭവിച്ചാൽ അതിന്റെ മുന്നിൽ മാറുപിരിക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹിൽ വെച്ചുകൊണ്ട് പറഞ്ഞില്ലേ, മക്കം ഫത്ഹിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും മാപ്പ് കൊടുത്ത അതേ റസൂല്, ഞാൻ ഉണക്കമാംസം കഴിച്ച സ്ത്രീയുടെ മകനാണെന്ന് പറഞ്ഞ അതേ റസൂല്, അതിനുശേഷം ഉണ്ടായ ഹുനൈനിൽ ഒരു ചെറിയ താഴ്ച ഉണ്ടായ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ് അവിടെ പ്രതിഫലിച്ചത്. അതുകൊണ്ട് അങ്ങയിൽ ഞങ്ങൾക്ക് അതിയായ പ്രതീക്ഷയാണ്. ഈ പരിശുദ്ധമായ സമസ്തയെ കാത്തു സൂക്ഷിച്ച് കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ഈ സഞ്ചയം സജ്ജമാണെന്ന് ഇവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞുകൊണ്ട്, MT ഉസ്താദിനോട് പറഞ്ഞുകൊണ്ട്, സമസ്തയുടെ നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ അടങ്ങിയിരിക്കരുത്, നമുക്ക് ഇനി ഒരുപാട് ചെയ്യാനുണ്ട്, ഒപ്പം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.